ഞാൻ നിനക്ക് ആ കുട്ടിയുടെ ഫോട്ടോ അയച്ചു തരാം. നീ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ബോണി എത്തിയിട്ട് കുറച്ച് സമയമായോ? ഞാൻ ജസ്റ്റ് എത്തിയിട്ടുള്ളൂ. എന്നെങ്ങനെ മനസ്സിലായി? എനിക്ക് മാട്രിമോണിന്ന് പ്രൊഫൈലും ഫോട്ടോയും ഒക്കെ അയച്ചായിരുന്നു. എനിക്കും കിട്ടിയായിരുന്നു സ്റ്റെഫിയുടെ ഡീറ്റെയിൽസ്, ഫോട്ടോഗ്രാഫി, ജിമെയിലും. അല്ല, സ്റ്റെഫി മാത്തമാറ്റിക്സ് പ്രൊഫസറാണല്ലേ? ഇല്ല, എൻ്റെ പപ്പയാണ് മാത്തമാറ്റിക്സ് പ്രൊഫസർ. ഓ, അപ്പൊ ആരാണ് ശാസ്ത്രജ്ഞൻ? ഞാൻ JRF പ്രിപ്പയർ ചെയ്യാണ്. ബോണി ഭയങ്കര കൺഫ്യൂസ്ഡ് ആണല്ലേ? കുറച്ച്. ഞാൻ തന്നെ പറയാം. ഞങ്ങള് ഷിംലയിലായിരുന്നു. ഇപ്പൊ ഇവിടെ വന്ന് സെറ്റിൽ ആയിട്ട് 4 years ആയിട്ടുള്ളൂ. പിന്നെ എൻ്റെ മമ്മി. അതെനിക്കറിയാം, സോറി. സമയം 11:15. ടൗണിലെ കഫേയിൽ അവൾ ഈ കഥയിലേക്ക് ആദ്യമായി കടന്നു വന്ന പയ്യനുമായി സംസാരിക്കുന്നു. ബോണി എപ്പോഴും ഈ ഷെയ്ഡ്സ് എപ്പോഴും വയ്ക്കാറുണ്ടോ? ഇല്ല, ഞാനത് ഒരു പവർ സ്ലാബ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായിട്ട് ഒരു കരുത്തനുമായി കൊമ്പ് കോർത്താണ്. അതെന്താ? അത് കരണം പൊട്ടി കിട്ടിയതാ. ബാറിൽ കള്ളുപിടിച്ച് അടിയുണ്ടാക്കി നല്ല അടി കിട്ടി. ഇത്ര സ്ട്രേറ്റ് ഫോർവേഡ് ആണോ എപ്പോഴും? എപ്പോഴും അത്ര സ്ട്രേറ്റ് ഫോർവേഡ് ഒന്നുമല്ല. ബേസിക്കലി ഞാൻ ഒരു ഇൻട്രോവേർട്ട് ആണ്. ഞാൻ കുറച്ച് പിക്സ് കാണിക്കാം വിത്തൗട്ട് എനി ഫിൽട്ടർ. ബോണിക്ക് ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അതെ. സ്റ്റെഫിക്ക് എന്താ ഡോഗ്സിനെ ഇഷ്ടമല്ല? എനിക്കിഷ്ടമാണ്. പിന്നെന്താ? പക്ഷേ അവർക്ക് നമ്മളെയും കൂടെ ഇഷ്ടപ്പെടണ്ടേ? അല്ല, ഏത് പട്ടിക സ്റ്റെഫീനെ ഇഷ്ടപ്പെടാതെ? എന്റെ കോമഡിക്ക് വർക്കൗട്ട് ആവുന്നു. ഞാൻ ഈ കല്യാണം കഴിക്കുന്ന പരിപാടി ഒന്നും അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്റെ ഈ ഒരു വെർജിൻ ലൈഫ് സ്റ്റൈലൊക്കെ എൻജോയ് ചെയ്ത് വരുമായിരുന്നു. പക്ഷേ ഫസ്റ്റ് നമ്മൾ ഇന്ന് മീറ്റ് ചെയ്തല്ലേ ഉള്ളൂ. നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. പരിചയപ്പെടാം.